ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ ലോഗോസ് ക്വിസിനായി പഠിച്ചൊരുങ്ങുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആദ്യമേ നേരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം, സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം ആദ്യ ശിഷ്യന്മാർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതും പിന്നെ പീലിപ്പോസും നഥാനിയേലും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഭാഗങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞത് എന്ത്? ഉത്തരം: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 2. യോഹന്നാൻ 1:29 വാക്യം എന്താണ്? ഉത്തരം: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 3. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് യോഹന്നാൻ പറഞ്ഞതിൻ്റെ കാരണമെന്ത്? ഉത്തരം: എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. ചോദ്യം 4. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്ന് ആരെക്കുറിച്ച് പറയുന്നു? ഉത്തരം: സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച്. ചോദ്യം 5. ഇവനെ ഡാഷിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്? ഉത്തരം: ഇസ്രായേലിന്. ചോദ്യം 6. സ്നാപക യോഹന്നാൻ എപ്രകാരമാണ് സ്നാനം നൽകിയത്? ഉത്തരം: ജലത്താൽ. ചോദ്യം 7. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന് ആരാണ് സാക്ഷ്യപ്പെടുത്തിയത്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 8. യേശു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം: ആത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്നത് കണ്ടതിൻ്റെ. ചോദ്യം 9. ആരാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ? ഉത്തരം: ആത്മാവ് ആവസിക്കുന്നവൻ. ചോദ്യം 10. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ എത്ര പേരോട് കൂടി നിൽക്കുമ്പോഴാണ് യേശു നടന്നു വരുന്നത് കണ്ടത്? ഉത്തരം: 2 പേരോടുകൂടെ. ചോദ്യം 11. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആരോട് പറഞ്ഞു? ഉത്തരം: സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരോട്. ചോദ്യം 12. തൻ്റെ പിന്നാലെ വരുന്ന യോഹന്നാൻ്റെ ശിഷ്യരെ കണ്ട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം: നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ചോദ്യം 13. റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം: ഗുരു. ചോദ്യം 14. അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: വന്നു കാണുക. ചോദ്യം 15. യേശുവിൻ്റെ പിന്നാലെ വന്ന 2 പേർ യേശു വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തത് എത്രാം മണിക്കൂറായിരുന്നു? ഉത്തരം: ഏകദേശം 10-ാം മണിക്കൂർ. ചോദ്യം 16. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം: ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. ചോദ്യം 17. ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ഉത്തരം: ശിമയോനോട്. ചോദ്യം 18. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം: അന്ത്രയോസ്. ചോദ്യം 19. അന്ത്രയോസ് സഹോദരനായ ശിമയോനോട് താൻ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്? ഉത്തരം: മിശിഹായെ ക്രിസ്തുവിനെ. ചോദ്യം 20. യേശു ശിമയോനെ നോക്കി പറഞ്ഞത് എന്ത്? ഉത്തരം: നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. ചോദ്യം 21. യോഹന്നാൻ്റെ പുത്രനായ ശിമയോൻ എങ്ങനെ വിളിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കേപ്പ, പാറ. ചോദ്യം 22. യേശു എവിടേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് പീലിപ്പോസിനെ കണ്ടത്? ഉത്തരം: ഗലീലയിലേക്ക്. ചോദ്യം 23. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: എന്നെ അനുഗമിക്കുക. ചോദ്യം 24. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമേത്?
ഉത്തരം ബെത്സൈദ. ചോദ്യം 25. പീലിപ്പോസ് എവിടെ നിന്നുള്ളവൻ ആണ്? ഉത്തരം അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്ന്. ചോദ്യം 26. യേശുവിനെ കണ്ട കാര്യം പീലിപ്പോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം നഥാനയേലിനോട്. ചോദ്യം 27. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പീലിപ്പോസ് നഥാനയേലിനോട്. ചോദ്യം 28. എവിടെ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നാണ് നഥാനയേൽ പീലിപ്പോസിനോട് ചോദിച്ചത്? ഉത്തരം നസ്രത്തിൽ നിന്ന്. ചോദ്യം 29. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന നഥാനയേലിൻ്റെ ചോദ്യത്തിന് പീലിപ്പോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം വന്ന് കാണുക. ചോദ്യം 30. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ചോദ്യം 31. നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം നഥാനയേൽ. ചോദ്യം 32. നീ എന്നെ എങ്ങനെ അറിയുന്നു? ആര് ആരോട് ചോദിച്ചു? ഉത്തരം നഥാനയേൽ യേശുവിനോട്. ചോദ്യം 33. നഥാനയേൽ എവിടെയിരിക്കുമ്പോൾ യേശു അവനെ കണ്ടു എന്നാണ് പറയുന്നത്? ഉത്തരം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. ചോദ്യം 34. ആര് നഥാനയേലിനെ വിളിക്കുന്നതിന് മുൻപാണ് യേശു അത്തിമര ചുവട്ടിൽ വെച്ച് നഥാനയേലിനെ കണ്ടത്? ഉത്തരം പീലിപ്പോസ്. ചോദ്യം 35. നഥാനയേൽ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഉത്തരം റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ചോദ്യം 36. യോഹന്നാൻ 1:49 സമാനമായ പഴയ നിയമവാക്യമേത്? ഉത്തരം സങ്കീർത്തനം 2:7. ചോദ്യം 38. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അധ്യായവും വാക്യവും എഴുതുക. യോഹന്നാൻ 1:51. ചോദ്യം 38. മിശിഹ എന്ന വാക്കിനർത്ഥം? ഉത്തരം അഭിഷിക്തൻ. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചൊരുങ്ങാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.